ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുനിതാസ് ടൈം. ഇന്ന് നമ്മളിവിടെ വെറൈറ്റിയായി ഗോതമ്പ് പൊടിയും കൊണ്ട് 2 ഐറ്റംസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാദ്യമായിട്ട് കുറച്ച് 2 കപ്പോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂണോളം കുക്കിംഗ് ഓയിൽ, സൺഫ്ലവർ ഓയിലോ ഗീയോ എന്ത് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചപ്പാത്തി പരുവത്തിൽ ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിനാവശ്യമായ ബോയിൽ ചെയ്തെടുത്ത കുറച്ച് ചിക്കനും അത് ചെറുതായി പൊടിച്ചെടുത്തിട്ടുണ്ട് കൈകൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും. ഒരു പാനിൽ ഓയിൽ ഒഴിച്ചതിന് ശേഷം സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മതി. മുളക് പൊടി മാത്രം 1 ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം കുഞ്ഞുതായി നമ്മൾ കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്തിരിക്കുന്ന ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുഴച്ച് വെച്ച മാവ് എടുത്തതിന് ശേഷം ഒരു ഉരുളകളാക്കിയതിന് ശേഷം കുറേശ്ശെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ ചിക്കനും ഉരുളക്കിഴങ്ങും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നീളത്തിൽ ഇതേപോലെ ഒന്ന് ആക്കിയതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഓരോന്നും പരത്തിയെടുക്കാം. അതിനുശേഷം പാനിലിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ചുട്ടെടുക്കാം. ഇതേപോലെ കുറച്ച് വെന്ത് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഗീ ആഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് തിരിച്ചു മറിച്ച് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ആകൃതിയൊന്നും നോക്കണ്ട. നല്ല ടേസ്റ്റിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ റെസിപ്പിയാണിത്. ഗീയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിന് വരുന്നത്. ഇതിന് വേറെ കറികളൊന്നും വേണ്ട. ഇത് തന്നെ മതി നമുക്ക് ഓരോന്ന്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ കറികളില്ലാതെ കുഞ്ഞ് ചപ്പാത്തിയായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. കാണാനും നല്ല ഭംഗിയുണ്ട്. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുക. അപ്പം മാതിരിയായി. അപ്പോൾ ഇത് ട്രൈ ചെയ്യാൻ മറക്കല്ലേ. അടുത്തതായിട്ട് നമുക്ക് വീണ്ടും കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് കുഴച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു കരണ്ടി ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ബാലൻസ് വന്നിരിക്കുന്ന ചിക്കനും ഇതുകൊണ്ട് അതിൻ്റെ അടയാളങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. ബാലൻസ് വന്നിരിക്കുന്ന ചിക്കനും ഉരുളക്കിഴങ്ങും കൂടെ ഇതുപോലെ ഒന്ന് അതിലേക്കൊന്ന് ഫില്ല് ചെയ്തതിന് ശേഷം ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഫോർക്ക് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതേപോലെ നമുക്ക് ഓരോന്നും ബോയിൽ ചെയ്ത് വേവിച്ചെടുക്കാം. അപ്പോൾ അടിപൊളിയായി നല്ല വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ് ഇതും. ഇതിൽ ഓയിലൊന്നും ഇല്ലാത്തത് കൊണ്ടും നമ്മൾ ബോയിൽ ചെയ്ത് വേവിച്ചെടുത്തത് കാരണം ആരോഗ്യത്തിനും നല്ലതാണ്. അപ്പോൾ 2 റെസിപ്പിയും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറിനുള്ള റെസിപ്പിയാണ്. നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റി ആണിത്. വെറൈറ്റി ആഗ്രഹമുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഈ 2 റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഓക്കെ ബൈ. അടുത്ത റെസിപ്പി കാണുന്നവരെ.